2026 വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ ആണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ. ആരൊക്കെയാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് വേണ്ടി തയ്യാറെടുക്കേണ്ടത്? ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയാം. കഴിഞ്ഞ 2 തവണ ഈ നോട്ടിഫിക്കേഷൻ വന്നപ്പോഴും ഞാൻ ഈ എക്സാം ഫീൽഡിൽ ആക്റ്റീവായി നിന്ന ഒരാളാണ്. അപ്പോൾ അതിനകത്ത് നമ്മുടെ കുട്ടികളാണ് ഫുൾ ഇപ്പോൾ ഹൈക്കോടതിയിൽ വർക്ക് ചെയ്യുന്നത്. അതിനകത്ത് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ആരൊക്കെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? അവിടെ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്ന്, നിങ്ങൾ വളരെ പെട്ടെന്നൊരു ജോലി ആഗ്രഹിക്കുന്നുണ്ട്, അതായത് 10 മാസത്തിനകത്ത് ജോലി ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ ഉറപ്പായിട്ടും ചൂസ് ചെയ്യേണ്ട നോട്ടിഫിക്കേഷൻ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് തന്നെയാണ്. അല്ലാതെ മറ്റൊരു ചോയ്സ് നിങ്ങൾക്കില്ല. അതായത് ഇപ്പോൾ PSCയുടെ ഒരു എക്സാമുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യാം, LDC എക്സാമുമായിട്ട് കമ്പയർ ചെയ്യാം. LDC നോട്ടിഫിക്കേഷൻ 2026 ഈ വർഷം അവസാനം വരുന്നു. 2027 ജൂലൈ മാസമൊക്കെ ആകുമ്പോൾ LDCയുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യും. 2028 അതിന്റെ റാങ്ക് ലിസ്റ്റ് വരും. ആ റാങ്ക് ലിസ്റ്റിന് 2031 പകുതി വരെ കാലാവധിയുണ്ട്. അതായത് 5 വർഷം നീളുന്ന ഒരു പ്രോസസ്സാണ് PSCയുടെ ഒരു നോട്ടിഫിക്കേഷനിലെ എക്സാം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് അങ്ങനെയല്ല. 2024 ഏപ്രിൽ മാസത്തിൽ പുതിയ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അവിടെ ആദ്യ റാങ്കുകൾ നിങ്ങളുടേതാണെങ്കിൽ, ആദ്യം ഒരു 50 റാങ്കുകൾക്ക് താഴെ നിങ്ങൾക്കുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടും. വളരെ പെട്ടെന്ന് നമുക്ക് സർവീസിലേക്ക് കയറാം. ഇതാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ഏറ്റവും വലിയ പ്രത്യേകത. ദെൻ ഏറ്റവും നല്ല സാലറി ഉണ്ട്. അതായത് ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എത്ര സാലറി കിട്ടുന്നോ ആ സാലറി നിങ്ങൾക്ക് അവിടെയും കിട്ടുന്നു. പിന്നെ സമാധാനമുള്ള ഒരു ജോലിയാണ്. അതേപോലെ തന്നെ ഒരു യൂണിയൻ പ്രഷറോ പൊളിറ്റിക്കൽ പ്രഷറോ ഒന്നും തന്നെ അവിടെ അധികം വരുന്നില്ല. അവിടെ വരുന്നില്ല. പിന്നെ അതേപോലെ കൃത്യമായിട്ടുള്ള പെൻഷൻ നിങ്ങൾക്ക് കിട്ടും. NPS ആണ് അവർ ഫോളോ ചെയ്യുന്നത്. അതേപോലെ തന്നെ KSR ആണ് ഫോളോ ചെയ്യുന്ന സർവീസ് റൂൾസ്. അപ്പോൾ ഏറ്റവും നല്ല പാക്കേജ്, തന്നെ ഏറ്റവും ഒരു മനസ്സമാധാനം, സന്തോഷം, ഇതൊക്കെ അവിടെ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഇത് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് ഇതിന്റെ സിലബസിലുള്ള ഒരു വ്യത്യാസം. അപ്പോൾ ഈ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം പാറ്റേൺ വരുന്നത് 3 ഘട്ടങ്ങളായിട്ടാണ് സെലക്ഷൻ നടക്കുന്നത്. ഒബ്ജക്റ്റീവ് ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ട്. അതിൽ ഒബ്ജക്റ്റീവും ഡിസ്ക്രിപ്റ്റീവും ഒരേ ദിവസമാണ് എക്സാം നടക്കുന്നത്. ഓക്കെ, ഒബ്ജക്റ്റീവിന്റെ പാറ്റേൺ വരുന്നത് 100 മാർക്കിനാണ്. അതിൽ 50 മാർക്ക് ഇംഗ്ലീഷാണ്, 40 മാർക്ക് GK ആൻഡ് കറണ്ട് അഫേഴ്സ് നല്ലൊരു അപ്പർ ഹാൻഡ് ഉണ്ട്. ഒരു 15-16 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. 10 മാർക്ക് മാത്സ് ആണ് വരുന്നത്. ഇനി ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിൽ 60 മാർക്കിനാണ്. ഈ 60 മാർക്കിൽ പ്രീസേ, കോംപ്രിഹെൻഷൻ, എസ്സേ റൈറ്റിംഗ്, ഈ 3 ഫോർമാറ്റിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇനി ഇതിന്റെ കട്ട് ഓഫ് എത്രയാണെന്നറിയാം? കഴിഞ്ഞ ഒബ്ജക്റ്റീവിന്റെ കട്ട് ഓഫ് 48.5 ആയിരുന്നു. 100-ൽ 48.5 മാർക്കാണ് കട്ട് ഓഫ് വന്നത്. അതിൽ 49 കിട്ടിയ ഒരു കുട്ടിക്ക് പോലും സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കാര്യം ഡിസ്ക്രിപ്റ്റീവിന് കുറച്ച് മാർക്ക് ആ കുട്ടിക്ക് കയറ്റി വയ്ക്കാൻ പറ്റും. അപ്പോൾ ഒരു ചെറിയ കട്ട് ഓഫ് ആണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഫസ്റ്റ് റാങ്ക് തന്നെ കിട്ടിയത് 110 ആ റേഞ്ചോ എങ്ങാണ്ട മാർക്കാണ്. ഫസ്റ്റ് 108 ആ സംതിങ് ആണെന്ന് തോന്നുന്നു. 170-ൽ 108 ആ റേഞ്ചാണ് ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടിയുടെ മാർക്ക് വരുന്നത്. അപ്പോൾ അത്ര മാത്രമേ വരുന്നുള്ളൂ. നമ്മളൊരു 6 മാസം മാറ്റി വയ്ക്കാൻ റെഡി ആണെങ്കിൽ നമുക്ക് ഈ എക്സാമിന് ഉറപ്പായിട്ടും ചേസ് ചെയ്യാൻ പറ്റും. ദെൻ കോമ്പറ്റീഷൻ കുറവാണ്. ഇപ്പോൾ കോമ്പറ്റീഷൻ കുറവെന്ന് പറയുമ്പോൾ ഞാൻ അതിൻ്റെ വേക്കൻസി വെച്ച് പറയാം. ഒരു ഹൈക്കോർട്ട് അസിസ്റ്റന്റിനകത്ത് എത്ര നിയമനങ്ങളാണ് നടക്കുന്നത്? മാക്സിമം ഒരു 85-90 അത്രത്തോളം നിയമനങ്ങളാണ് ഇതിനകത്ത് നടക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും 90 നിയമനങ്ങൾ, അയ്യോ അത് കുറവല്ലേ, ബാക്കിയുള്ള എക്സാമിലൊക്കെ ഒരുപാട് നിയമനം നടക്കും. പക്ഷേ ഇവിടെ 80-90 ഒക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് കമ്പയർ ചെയ്താണ്. ഇപ്പോൾ ഒരു സബ് ഇൻസ്പെക്ടർ എക്സാം എടുക്കുകയാണ്. സബ് ഇൻസ്പെക്ടറിനകത്ത് എത്ര നിയമനങ്ങളായിരിക്കും മാക്സിമം നടക്കുന്നത്? ഒരു 75 അത്രത്തോളം പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ അസിസ്റ്റന്റ് ജയിലർ എടുക്കുകയാണ്, എത്ര നിയമനങ്ങൾ പ്രതീക്ഷിക്കാം? ഒരു 50. അതേപോലെ എക്സൈസ് ഇൻസ്പെക്ടർ എടുക്കുകയാണ്, എത്ര നിയമനങ്ങൾ പ്രതീക്ഷിക്കാം? 50. അതേപോലെ കേരള PSCയുടെ പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ CAT, അതിനകത്തൊരു 30 അഡ്വൈസ് പ്രതീക്ഷിക്കാം. അതേപോലെ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ് എടുക്കുകയാണ്, ഒരു 20 അഡ്വൈസ് പ്രതീക്ഷിക്കാം. പക്ഷേ ഇതിൻ്റെയൊക്കെ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എടുത്താലും അതിനകത്തൊരു 150ഓളം അഡ്വൈസ് ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. അപ്പോൾ 150-200 അവിടെ ഒരു 4 ലക്ഷം ആൾക്കാരാണ് അപ്ലൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടറിന് ഏതാണ്ട് 2 ലക്ഷം ആൾക്കാർ അപ്ലൈ ചെയ്യുന്നത് വെറുതെ ഒന്ന് സങ്കല്പിച്ചോ. അപ്പോൾ അവിടെ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് വളരെ കൂടുതലാണ്, പക്ഷേ വേക്കൻസി കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. പക്ഷേ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് അത് ആപ്ലിക്കേഷൻ ഫീസുള്ള ഒരു പോസ്റ്റാണ്. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അപ്ലൈ ചെയ്യത്തുള്ളൂ. ഒരുപാട് പേരൊന്നും അറിയത്തില്ല. പക്ഷേ ഇവിടെ ഇത്രയും നിയമനം നടക്കും. അപ്പോൾ അതൊരു ചെറിയ വേക്കൻസി അല്ല, ചെറിയ കട്ട് ഓഫ് ആണ്. നമ്മൾ എഫേർട്ട് കൊടുത്താൽ, പഠിച്ചാൽ ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ഹൈക്കോർട്ട് അസിസ്റ്റന്റ്. പിന്നെ അടുത്ത് ഇത്രയും മെറിറ്റുകൾ ഞാൻ പറയുമ്പോൾ ഡീമെറിറ്റും കൂടെ നിങ്ങൾ കേൾക്കണം. ആ ഡീമെറിറ്റും കൂടെ അറിഞ്ഞാൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാവും. അല്ലെങ്കിൽ ചിലപ്പോൾ അതാരും പറയത്തില്ല. നിങ്ങൾക്ക് എറണാകുളത്ത് മാത്രമേ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ്. എറണാകുളത്ത് മാത്രമേ നമുക്ക് സർവ് ചെയ്യേണ്ടി വരുന്നത്. ആ ഒരു ഡീമെറിറ്റ് ഈ പരീക്ഷയ്ക്കുണ്ട്. പക്ഷേ നമുക്ക് വേണ്ടത് ഒരു ജോലിയാണ്, സമാധാനമുള്ളൊരു ജോലിയാണ്, സന്തോഷമുള്ളൊരു ജോലിയാണ്, പെട്ടെന്നൊരു ജോലി കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഒറ്റ ചോയ്സേ ഉള്ളൂ, ഇപ്പോൾ വന്നിരിക്കുന്ന ഈ നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ നന്നായിട്ട് അതിനുവേണ്ടി നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. 2027 ഏപ്രിൽ മാസം തന്നെ നമുക്ക് സർവീസിലേക്ക് പ്രവേശിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പ്ലസ് നിങ്ങൾക്ക് മനസ്സിലായി, ഇതിൻ്റെ മൈനസ് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി തീരുമാനം നിങ്ങളുടേതാണ്. പ്രിപ്പയർ ചെയ്യണോ അതോ വേണ്ടേ?
മക്കളെ, ഓരോ അവസരങ്ങളും പാഴാക്കരുത്. നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ഒരിക്കലും തിരിച്ചു വരത്തില്ല. കിട്ടുന്ന എല്ലാ അവസരങ്ങളും നമ്മൾ ഏറ്റവും നന്നായിട്ട് നമ്മൾ യൂസ് ചെയ്തോ. ഞാനാ പറയുന്നത്, നിങ്ങൾ 6 മാസം മാറ്റിവെക്കാൻ റെഡിയാണെങ്കിൽ, 6 മാസം എല്ലാ ദിവസവും ഒരു 4 മണിക്കൂർ മാറ്റിവെക്കാൻ റെഡിയാണെങ്കിൽ ഉറപ്പായിട്ടും 2027 ഏപ്രിൽ മാസം നിങ്ങൾ സർവീസിലേക്ക് കയറിയിരിക്കും. ഇനി നിങ്ങളുടെ പ്രിപ്പറേഷനിൽ നിങ്ങൾക്ക് ഒരു അസിസ്റ്റൻസ് വേണം. ഓക്കെ, ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ ക്ലാസ് വേണം, അതേപോലെ തന്നെ ഏറ്റവും നല്ല നോട്ട് വേണം, കൃത്യമായിട്ടുള്ള മെന്റർഷിപ്പ് വേണം, അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു ഫോളോ അപ്പ്, മോട്ടിവേഷൻ സെഷൻ, ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ നോട്ട്സിനെ ചൂസ് ചെയ്യാം. എക്സാം എന്താണെന്ന് അറിഞ്ഞ് നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ ഞാനിത് പറയാൻ കാരണം, ഇങ്ങനെയാണ് ഇതിൻ്റെ ഫോർമാറ്റ് എന്ന് പോലും ചിലപ്പോൾ പലർക്കും അറിയത്തില്ലായിരിക്കും. അപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു, ഒരു ബാച്ച് തുടങ്ങുന്നു, ഓക്കെ, അങ്ങനെ അങ്ങ് പോകുന്നു. പക്ഷെ അങ്ങനെയല്ല നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ കൃത്യമായിട്ട് എക്സാമിനെ കുറിച്ച് അറിയാമെന്നുള്ളവർ, കൃത്യമായിട്ട് ആ പാറ്റേൺ, കൃത്യമായിട്ട് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്, ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നവർക്ക് കുറച്ചും കൂടെ അത്ഭുതങ്ങൾ നിങ്ങളിൽ കാണിക്കാൻ പറ്റും. ഏറ്റവും നന്നായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്ത് കൊണ്ട് പോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് സൂപ്പർ നോട്ട്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോ. നമ്മൾ 8-ാം തീയതി, അതായത് ഈ വരുന്ന ജൂൺ 8-ന് ഞങ്ങളുടെ ഹൈക്കോർട്ടസിന്റെ ആദ്യ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളാം. അതിനായിട്ട് സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഹൈക്കോർട്ടസിന്റെ ബാച്ച് കാണാൻ പറ്റും. ജോയിൻ ചെയ്തോ. ഇത് ഒബ്ജക്റ്റീവ്, ഡിസ്ക്രിപ്റ്റീവ്, ദെൻ ഇന്റർവ്യൂ, ഈ 3 ക്ലാസ്സസ് നിങ്ങൾക്ക് അതിനകത്ത് കിട്ടിയിരിക്കും. ഇന്റർവ്യൂവിൻ്റെ അസിസ്റ്റൻസ് വരെ നമ്മുടെ ബാച്ചിനകത്ത് ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജൂൺ 8-ന് ക്ലാസ്സിൽ കാണാം.